ടോമിയല്ലേ? ആ, എന്തുണ്ട് വാർത്തകളൊക്കെ? ഓക്കെ. വഴി തെറ്റി പോന്നേ. അത് വഴി തെറ്റി വന്നല്ല, ഇവിടെ നിന്നെ പറ്റിട്ട് ഇങ്ങനെ ടോമി കള്ളിയത്തുപറമ്പിൽ ചാലക്കുടി അപ്പോളോ ടയേഴ്സിന് നേരെ എതിർവശം ആരോട് ചോദിച്ചാലും കാണിച്ചു തരും. ഒരു ജൈവ കൃഷിക്കാരൻ. ഓ, മുട്ട പറഞ്ഞ കിട്ടിയുള്ളോ? ഇവിടുന്ന് കാണിച്ചേ. ഇതാണ് നാടൻ മുട്ട അല്ലേ? ഒന്ന് കാണിച്ചു ചേട്ടാ, നോട്ട ഒന്ന്. കരിങ്കോഴിയുടെ മുട്ടയാ, കരിങ്കോഴി. ഓക്കെ ഓക്കെ, കരിങ്കോഴിയുടെ മുട്ടയാ. ശരി. ടോമി കള്ളിയത്തുപറമ്പിൽ വെളുപ്പിന് 4:30 മണിക്ക് കോഴി കൂയിട്ടുണ്ടെങ്കിൽ രണ്ടാമതും കോഴി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി ചാടി എഴുന്നേൽക്കും. 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പൊ കുളിച്ച് വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ചിട്ട് നേരെ തേശ്ശേരി പള്ളിയിലൊക്കെ പോയിട്ട് കുർബാനയൊക്കെ കണ്ടു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു ചായ, 2 നാടൻ കോഴിമുട്ട ഇത് കഴിച്ചതിന് ശേഷം നേരെ ആള് കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങണ്. അപ്പൊ ഇയാളുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ജൈവ കൃഷി. ആളുടെ പറമ്പില് കോഴിക്കാട്ടം, ആട്ടിൻകാട്ടം, പിന്നെ ചായല കൊറ്റൻ, അതൊക്കെ കൊടകര പഞ്ചായത്തിലുള്ള പല ചായക്കടകളിൽ നിന്ന് ശേഖരിച്ച് അതൊക്കെ കൊണ്ടിട്ടാണ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ആളെ പറ്റിട്ട് കാണാം. ഇത് വെളുപ്പിനെ മാങ്ങ പറുക്കാൻ പോയേക്കാണ്. അപ്പൊ കോമാങ്ങ പഴുത്തതൊക്കെ ഒരു കിലോക്ക് 40 രൂപ നിൽക്കുന്നത്. ചാലക്കുടി മാർക്കറ്റ് പോലും 80 രൂപയാണ് കിലോയ്ക്ക്. അപ്പൊ പകുതി വരെയുള്ളൂ. അപ്പൊ ഇവിടെ പല സാധനങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, അതൊക്കെ നിങ്ങൾക്കിപ്പോ കാണാം. അടിപൊളി മാങ്ങ. ഏത് വാങ്ങിയത്? കോമാങ്ങ. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഈ NH 544 കൂടെ പോകുമ്പോ ചാലക്കുടി അപ്പോളോ ടയർ കമ്പനി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്ത. ആരെങ്കിലോടും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി പറഞ്ഞുതരും. ടോമി കള്ളിയത്തുപറമ്പ് എന്ന് പറഞ്ഞാൽ മതി. 1 ഇഞ്ച് സ്ഥലം പോലും കളയാണ്ട് എല്ലാവിധ കൃഷികളും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവിധ പച്ചക്കറികളും വിഷം തീണ്ടാത്തതും നല്ല ഫ്രഷ് സാധനം അപ്പൊ തന്നെ അങ്ങോട്ട് പൊട്ടിച്ചേരും. തോട്ടത്തിൽ നിന്ന് അങ്ങനെ തന്നെ ജൈവമായിട്ട് ലൈവായിട്ട് പൊട്ടിച്ചേരും. എടുത്തിട്ടോ. ഇതെന്തിനത് മൂടി വയ്ക്കാൻ? എന്താ? ആ, ഓ, വെയിൽ കൊള്ളാണ്ടിരിക്കുക. ഓക്കെ, നല്ല കാര്യമാണ്. ഓ ഓ ഓ, ഇനി അടുത്തന്നെ അടുത്തേക്കോ? ഇനി അടുത്തുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കാം. ആ ആ, അത് ശരിയൊക്കെ മൂടിയിടുമല്ലോ. ആ, നല്ല കാര്യമാണ്, നല്ല കാര്യം. മത്തയ്ക്കും ഉണ്ടല്ലേ? ആ, മത്തയ്ക്കും. ആ, ഓക്കെ. ആ, ഓ, അത് ശരി, അത് ശരി. ആ, ഓ, ഓക്കെ. ശരി, ഓക്കെ. ചെറുത് കുമ്പളങ്ങ ചെറുതുണ്ടാവണുള്ളല്ലോ. ഓക്കെ. ഓക്കെ, ഇഷ്ടം പോലെ കുമ്പളങ്ങളാണ്. ഇഷ്ടം പോലെ ഉണ്ടാവും.
ടോമി കള്ളിയത്തോമന് കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്ത്, സ്കൂളുകൾ, പൗരസമിതി, അങ്ങനെ പറഞ്ഞ പല അവാർഡുകളുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇയാൾ തനി നാടൻ കർഷകനാണ്. ഇവിടെ വന്നാലുള്ള പ്രത്യേകത കണ്ടോ, ഒരു സാധനങ്ങളും വിഷം തീണ്ടാത്തത്. ഇത് വീട്ടിലിരിക്കുന്ന അവാർഡുകൾ കണ്ടോ. അപ്പോൾ ഇതേ പയറൊക്കെ പൊട്ടിച്ച് കൊണ്ടു വെച്ചാൽ എന്താണ്, കാലത്ത് തന്നെ പയറൊക്കെ കണ്ടോ, കൊള്ളി, മരച്ചീനി, കപ്പ, പൂളൊക്കെ വെക്കുന്നൊക്കെ കണ്ടില്ലേ. അതൊക്കെ ചാക്കിൽ കെട്ടി നിറച്ച് വെച്ചേക്കാണ്. അപ്പോൾ ആളിന്ന് മീൻ വളർത്തലുണ്ട്. അപ്പോൾ മീൻ വളർത്തിയിട്ട് ഇതിന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വേസ്റ്റ് വെള്ളമൊക്കെ നേരെ പൈപ്പ് ലൈൻ വഴിക്ക് നേരെ ഇവൻ്റെ തോട്ടത്തിലേക്ക് പോകും. അവിടെ പാവയ്ക്കുണ്ട്, പാഷൻ ഫ്രൂട്ടുണ്ട്, കോവയ്ക്ക ചെടികളുണ്ട്. അതിനൊക്കെ വെള്ളം ഇതാണ് കണ്ടോ. അപ്പോൾ മീന് തീറ്റ കൊടുക്കുന്ന കാശിനുള്ള വളം, അതായത് മീനിൻ്റെ കാഷ്ടം, ഈ വേസ്റ്റ് വെള്ളതൊക്കെ പാടെ നേരെ ഇവൻ്റെ തോട്ടത്തിലേക്ക് പോകണം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മീനൊക്കെ വാള, കട്ട്ള, പിലോപ്പി, പല മീനുകളും ഇവിടെ ഉണ്ട്. അതൊക്കെ കിലോ കണക്കിന് തൂക്കം പിടിച്ച് ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ അങ്ങോട്ട് പിടിച്ചു കൊടുക്കും. അപ്പം നിങ്ങൾ സ്ഥലമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കണ്ടോ. ഇത് നേരെ ഈ ഇതിന്റെ കാഷ്ടവും ഇതൊക്കെ അങ്ങനെയുള്ള സാധനമൊക്കെ നേരെ എൻ്റെ പാഷൻ ഫ്രൂട്ട്, പാവയ്ക്ക, കുമ്പളം, മത്തൻ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വിട്ടുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പച്ചക്കറികൾ, മത്തങ്ങ, കുമ്പളങ്ങ, അല്ലെങ്കിൽ പാവയ്ക്ക, പാഷൻ ഫ്രൂട്ട്, ഇതൊക്കെ പാഷൻ ഫ്രൂട്ട് ഇന്ന് ചാലക്കുടി അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ മാർക്കറ്റ് വരണമെങ്കിൽ 200 രൂപയാണ് റീറ്റെയില് ഫ്രൂട്ട്സ് കടയിൽ. ഇവന്റെ അടുത്ത് വന്നാൽ 50 രൂപ കുറച്ച് 150 രൂപയ്ക്ക് വാങ്ങിക്കാം. അപ്പൊ വേണ്ട ചക്ക പഴുത്തതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ അപ്പോളോ ടയേഴ്സിന് നേരെ മുന്നിൽ ചോദിക്കുക. ടോമി കള്ളിയത്തോമൻ ഉടനടി ഈ സ്ഥലം കാണിച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് വേണ്ട, ഒന്നും വേണ്ട. ആർക്കും എപ്പോ വേണമെങ്കിലും സുഖമായിട്ട്. ഇതൊക്കെയാണ് ജൈവ കൃഷി. അല്ലാണ്ട് നമ്മള് ടൗണുകളിലൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. തൃശ്ശൂർ ടൗണിലുണ്ട്, അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ ജൈവ കൃഷി, അല്ലെങ്കിൽ അവിടങ്ങളില് വിൽക്കുന്നതൊന്നും ഒറിജിനൽ അല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ഒരു 10 ആയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ചിലപ്പോ ഏതെങ്കിലും ഒരു തോട്ടത്തിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ എറണാകുളത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേഡിയം റോഡ്, അതുപോലെ തന്നെ ചില വഴികളിലൊക്കെ ഉണ്ട്. ജൈവ കൃഷിയാണ്. ഞങ്ങൾ നാട്ടിൻപുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ്. നിങ്ങളൊന്നും വന്ന് കാണണം. ഈ പന്തലുമനെ താങ്ങില്ല എന്നുള്ളൂ. ഇത് പ്രാരംഭമായിട്ടുള്ളൂ, പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ, ഉത്സവം വരണുള്ളൂ, കൊടി കെട്ടണുള്ളൂ ഉത്സവത്തിന്റെ. തോട്ടത്തിലൊന്നാണെങ്കിലേ പാഷൻ ഫ്രൂട്ടൊക്കെ നിങ്ങൾക്ക് കിലോയ്ക്ക് 150 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. 200 രൂപ മാർക്കറ്റ് റേറ്റ് ഉണ്ടല്ലേ. ഇത് ഇടിയൻ ചക്കയാണോ? എനിക്ക് വേണ്ട. അതാ മൂത്തൊന്നുമില്ല, പഴുത്തുണ്ടാവല്ലോ. ഏത് മൂത്തത്? ഏതാത് മൂത്തു? ആ പിന്നെ ഏതാ? ഓ അത് ശരി. അതൊന്ന് കാണിച്ചോ. അങ്ങോട്ട് പോക്കാം നീ. ആ ചക്കേന്റെ എത്തിക്കോ. ഓ ഇഷ്ടം പോലെ ചക്കയാണല്ലോ. ഇതാണ് ചക്ക വേണമെങ്കിൽ അടയാളം. ഓക്കെ, അത് രണ്ടുമല്ല സുഹൃത്തുക്കൾ. പൂരം കാണുന്നെങ്കിൽ ആ വലുപ്പം നോക്കി നെല്ലിട എവിടെ എവിടെ? ഓക്കെ ഓക്കെ. ആ നെല്ലി മരത്തിൽ നോക്കി. ഓ ഇഷ്ടം പോലെയാണല്ലോ. ആ ഒന്ന് കാണിക്കാൻ പറ്റുമോ? നടന്നോ നീ? അങ്ങോട്ട് നടന്നോ? ആ നീ ഒന്ന് നടന്നോ.
അപ്പൊ നെല്ലിക്ക കാണാനായിട്ട് നമുക്കിനി പാലക്കാട് പോണ്ട, നല്ല ഒറിജിനൽ നാടൻ നെല്ലിക്ക അതെ ടോമിയുടെ തോട്ടത്തിലേക്ക് വന്നാൽ മതി. ഇപ്പൊ ചെറുത് രണ്ടരപ്പം വീണതാണ്. എനിക്ക് തന്നാ, കണ്ടത് ഇതാണ് നെല്ലിക്ക. എനിക്ക് തന്നാ, എനിക്ക് താ. ഇതാണ് നെല്ലിക്ക മരങ്ങൾ കണ്ടില്ലേ, നെല്ലിക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കണം. അപ്പൊ നീ അടുത്ത സാധനത്തിൻ്റെ എത്തിക്ക് പൊക്കോ. മാങ്ങ അല്ലേ.